പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് കൂടി പനി ബാധിച്ചു. കുട്ടിയെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതേസമയം നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വിഷ്ണു പ്രകാശുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, യുവതിയുടെ നില ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ആശുപത്രി വൃത്തങ്ങൾ എന്താണ് അറിയിക്കുന്നത്? ഒപ്പം ചികിത്സയിലുള്ള മറ്റുള്ളവരുടെ കാര്യം കൂടി വിശദമായി പറയും. മോത്തി 39-കാരിയായ യുവതിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പാലക്കാട് ജില്ലയിൽ നിലവിൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗുരുതരമായ നിലയിലാണ് ചികിത്സ എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഔദ്യോഗികമായി ലഭിച്ച വിവരപ്രകാരം 2 ഡോസ് മോണോക്ലോണോ ആന്റിബോഡി നൽകിയിട്ടുണ്ട് എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായ നിലയിലാണ് അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി. വെന്റിലേറ്റർ സഹായത്തിലാണ് അവരുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 3 കുട്ടികൾക്ക് ഇന്നലെ പനിയുടെ ലക്ഷണമുണ്ടായിരുന്നു. അവരെയെല്ലാം ഇന്നലെ ഒരു കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും മറ്റു 2 കുട്ടികളെ പാലക്കാട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു. അതോടൊപ്പം ആ രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഈ കുട്ടികളുടെയും നിപ്പ പരിശോധന പ്രാഥമികമായിട്ട് അവരുടെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. സ്രവം ശേഖരിച്ച് അതിൽ ടെസ്റ്റ് നടത്തി. നമ്മുടെ കേരളത്തിലുള്ള ലാബുകളിൽ നടത്തിയ ടെസ്റ്റിൽ ഒരു കുട്ടിയുടെ ഫലം നെഗറ്റീവാണ്. മറ്റു 2 പേരുടെയും ഫലം ഇന്ന് ലഭിക്കുമെന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഏറ്റവും പുതിയതായി മറ്റൊരു കുട്ടിക്ക് കൂടി, ഈ യുവതിയുടെ ബന്ധുവായിട്ടുള്ള മറ്റൊരു കുട്ടിക്ക് കൂടി ഇപ്പോൾ പനിയുടെ ലക്ഷണം കാണുന്നുണ്ട്. അവരെയും ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിലോട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയും നിരീക്ഷിച്ചിട്ടാണ്. ആ കുട്ടിയുടെ